ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണം കഴിഞ്ഞാലും നമുക്ക് ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പഫ് സ്ലീവ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാണ് തുണി വരുന്നത്, സാരിയിൽ നിന്നുള്ള പീസാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പഫ് സ്ലീവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. പല ടൈപ്പിൽ പഫ് സ്ലീവ് ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. നല്ല പഫ് വേണം എന്ന് ഇല്ലാത്തവർക്ക്, ചെറിയൊരു പഫ് മതി എന്നുള്ളവർക്ക് പറ്റിയൊരു പഫ് സ്ലീവാണ്. ഓക്കെ, ഇനി നമുക്ക് തുണി ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ചീത്ത വശം മുകളിലേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ അതിൽ മാർക്ക് ചെയ്യുമ്പോൾ ചീത്ത വശമാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. നല്ല വശമാകുമ്പോൾ നമുക്കത് മാർക്കിങ് കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ തുണിയുടെയും ചീത്ത വശത്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ വരച്ചെടുക്കാം. ഇനി നമുക്ക് 4 ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ബൈസപ്പിനനുസരിച്ചിട്ട് ഞാൻ തുണി മടക്കി വയ്ക്കുന്നുണ്ട്. അതായത് ബൈസപ്പ് എന്നൊരളവുണ്ടല്ലോ, നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്, ആ ഹൈറ്റിനനുസരിച്ചിട്ട് അത്രേ തുണി ഞാൻ മടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ തുണി വേസ്റ്റ് ആവില്ല. അത് പ്ലസ് നമ്മുടെ സീം അലവൻസ് ഉണ്ടല്ലോ, 1.5 2 അങ്ങനെ നമുക്ക് സീം അലവൻസ് കൂടി ഇട്ടിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം മടക്കിയെടുത്താൽ മതി. വെറുതെ തുണി കളയണ്ട. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ നമുക്ക് ഒരു സീം അലവൻസിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ചിൽ വരച്ചിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത് അതുപോലെ വരച്ചെടുത്താൽ മതി. ഇനി എനിക്ക് സ്ലീവ് ലെങ്ത്ത് അടയാളപ്പെടുത്തുകയാണ്. അതായത് സാധാരണ വേണ്ട ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പഫ് സ്ലീവ് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കസവൊക്കെയുള്ള സ്ലീവിൻ്റെ പീസിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഞാൻ സാധാരണ ഒരു സ്ലീവ് കട്ട് ചെയ്യും പോലെ തന്നെ ഞാൻ വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ നീളത്തിൽ ക്യാപ്പ് ഹൈറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 3 ഇഞ്ച് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അപ്പോൾ 3 ഇഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. അതല്ല നല്ലോണം പഫ് വേണം എന്നാണെങ്കിൽ 4 ഇഞ്ചും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പഫിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടേക്കും ചെയ്യാം. അപ്പോൾ ഒരു ബോക്സ് ആയിട്ട് കിട്ടും. അതായത് ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും നമ്മൾ 3 ഇഞ്ചാണ് വെക്കുന്നത്. ഓക്കെ, 3 ഇഞ്ച് വേണ്ടെന്നാണെങ്കിൽ 4 ഇഞ്ച് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഫ് അധികമാവും, അങ്ങനെയുള്ളൂ. ഇത് ഓക്കെ ആയിട്ടുള്ളൊരു പഫാണ്. ഓക്കെ, നമുക്ക് ഇനി അത് മാറ്റി വെച്ച് നമുക്ക് അതിൻ്റെ ക്യാപ്പ് ഹൈറ്റിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ലീവ് വരച്ചെടുക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സ്ലീവ് എക്സ്ട്രാ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സാധാരണ പോലെ ബൈസപ്പിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നേരെ പകുതി കാണാം. ഇനി അതിൻ്റെയും പകുതി, അതായത് നമ്മൾ ആ ഒരു പീസിന് നമ്മൾ 4 ഭാഗമാക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കർവായിട്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം ഓക്കെ ആണോ എന്ന്. അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അളന്ന് നോക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ മാറ്റാമല്ലോ. അപ്പോൾ ടാപ്പ് കൊണ്ട് അളന്ന് നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വെച്ച ഭാഗം ഉണ്ടല്ലോ, ബോഡി പാർട്ട്, ആ പാർട്ട് വെച്ചിട്ട് ബാക്കിലത്തെ ഭാഗവും ഈ സ്ലീവിൻ്റെ ബാക്കിലത്തെ ഭാഗവും തമ്മിൽ അളന്ന് നോക്കി ഫ്രണ്ടിലും തമ്മിൽ അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പഫ് ഇങ്ങനെയാണ് വരക്കുന്നത്. അതായത് ആ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പഫിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാത്രം, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമേ ഒരു പഫായിട്ട് കാണുകയുള്ളൂ. താഴോട്ടൊക്കെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പഫാണിത്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കായിട്ടുള്ളൊരു പഫാണിത്. ഓക്കെ, അപ്പോൾ ഇതിനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് സൈഡിലേത്തത് ഫ്രണ്ട് കുഴിച്ച് വെട്ടുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. താഴത്തോട്ടേക്ക് കുഴിച്ചിട്ട് അങ്ങ് വെട്ടിയാൽ മതി. അതല്ല നിങ്ങൾക്ക് പഫാകുമ്പോൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന വലിയ നിർബന്ധമൊന്നുമില്ല. അതെനിക്ക് രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നും എനിക്ക്
തോന്നിയിട്ടില്ല, കുഴിച്ച് വെട്ടാത്തതും കുഴിച്ച് വെട്ടിയതും, കാരണം പഫാണല്ലോ. ഇനി നമുക്ക് സാധാരണ പോലെ സീം അലവൻസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കർവ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി 3 ഇഞ്ച് എന്നുള്ളത് 4 ഇഞ്ച് ആക്കുന്ന അതാണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ സ്ലീവ് പഫ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ എല്ലാവരുടെയും ബ്ലൗസിലും ചുരിദാറിലൊക്കെ ഇങ്ങനെ ടോപ്പിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു പഫ് സ്ലീവാണ്. ഓക്കെ, ഇനി നോച്ചസൊക്കെ കൊടുക്കേണ്ട ഭാഗത്തൊക്കെ നോച്ചസൊക്കെ കൊടുക്കാം. പിന്നെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴിച്ച് വെട്ടാം. അപ്പോൾ വെരി ഈസി ആയിട്ടുള്ളൊരു പഫ് സ്ലീവാണിത്. കുറച്ച് തുണി എക്സ്ട്രാ എടുത്താൽ മതി, 3 ഇഞ്ച് 4 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഫ് സ്ലീവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്കിതാ നമ്മുടെ താഴത്തെ അളവുണ്ടല്ലോ, അതായത് നമ്മൾ സീം അലവൻസ് താഴെ ഭാഗം അടിച്ച് മറിക്കാൻ സീം അലവൻസ് വിട്ടിട്ടുണ്ട്. അതിലേക്കൊരു പീസ് റഫായിട്ടുള്ളൊരു പീസ് വെച്ചിട്ട് നമുക്കിങ്ങനെ താഴ്ഭാഗം അടിച്ചെടുക്കാം. നമ്മൾ എത്രയാണ് സീം അലവൻസ് വിട്ടിരിക്കുന്നത് അതിന് കണക്കായിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതായത് സ്ലീവിൻ്റെ ലെങ്ത്ത് കുറയുകയോ കൂടുകയോ ചെയ്യും. ഇനി നമുക്കിതാ അതൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പതിച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു തുമ്പൊന്നും അപ്പുറത്തേക്ക് ഫ്രണ്ടിലേക്ക് കാണില്ല. അല്ലെങ്കിൽ എന്തായാലും ഏതെങ്കിലും ഒരു വശത്ത് എന്തായാലും തുമ്പൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിപ്പോൾ യെല്ലോ കളർ എടുക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പുറത്തേക്കൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ യെല്ലോ കളർ അവിടെയൊക്കെ കാണും. സെയിം തുണിയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വേറെ തന്നെ തുണി വേറെ കളർ പീസാണെങ്കിൽ കാണും. അപ്പോൾ പതിച്ചടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് രണ്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫിക്സ് ചെയ്യണം, ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്ലീവ് പോലെ അത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര തലപുകഞ്ഞ് ആലോചിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ സെൻറ്ററിൽ വെച്ച് നോക്കിയിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് ഇല്ല. അപ്പോൾ ഒരു വശത്തു നിന്ന് എടുക്കുക, അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ സാധാരണ പോലെ തന്നെ ആ ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഒരു കുഴപ്പമില്ല, സാധാരണ പോലെ തന്നെയാണ്, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് നമ്മളെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ സെൻറ്റർ, ആ സെൻറ്റർ ഭാഗം എത്തുന്നതിൻ്റെ കുറച്ച് ഒരു 2 ഇഞ്ച് ബാക്കോട്ടേക്കൊന്ന് അടയാളപ്പെടുത്തണം. ഓക്കെ, 2 ഇഞ്ച് ബാക്കോട്ടേക്ക് ജസ്റ്റ് അടയാളപ്പെടുത്തുക. നമുക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ഭാഗത്തും ഒരേപോലെ ഉള്ള പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ 2 ഇഞ്ച് ഭാഗം എത്തുന്നത് മുതൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് ഒരു ഭാഗത്തുള്ള പ്ലീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അതവിടെ തീരണം. ഓക്കെ, അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതായത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോഴേക്കും നമ്മുടെ കൈയിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് എത്തുന്നത് വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അത്രയും ചിന്തിക്കണ്ടു, തലഭാഗം ആലോചിക്കൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെയാണ് അപ്പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ച് പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഞാൻ ജസ്റ്റ് ആ ഒരു അളവ് നമ്മൾ 2 ഇഞ്ച് ഉണ്ടല്ലോ, അത് രണ്ട് ഭാഗത്ത് 2 കൈയിലും അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അളവ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടും കുറച്ച് ബാക്കോട്ടും ഒക്കെ ആയിട്ട് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരളവ് ഇട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ അടുത്ത വശം എന്ന് പറയുന്നത് നമ്മളെ സീം അലവൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുണി വെച്ച് ഇങ്ങോട്ടേക്ക് എത്തി ആ 2 ഇഞ്ച് വരെ അവിടെ കറക്റ്റാക്കിയിട്ട് അവിടെ ഒന്നിക്കലൊരു സേഫ്റ്റി പിന്ന് കൊണ്ട് കുത്തി കൊടുക്കാം. അപ്പോൾ അവിടെ നിന്നോളും. ഇനിതാ അവിടം വരെ, അപ്പോൾ ആ ഒരു ഭാഗം വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് വരാം. കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ആ പ്ലീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ബാക്കി സാധാരണ പോലെ തന്നെ സ്ലീവ് അങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു ലുക്കായിട്ടുള്ള ഒരു പഫ് സ്ലീവാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളിയായിട്ടുള്ള പഫ് സ്ലീവ് കിട്ടും. ഓക്കെ, അപ്പോൾ
ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ട് ഇതാ നല്ലൊരു സ്ലീവാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കാതെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, സ്ലീവിന് 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇങ്ങനെ 2 സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലൗസാണ്, ഒരു ചെറിയ കുട്ടിയുടെ ബ്ലൗസാണ്, ദാവണി ബ്ലൗസാണ്. ഓക്കെ, അപ്പോൾ ദാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ലുക്കായിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടി ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ അടിപൊളിയായിട്ടുള്ളൊരു സ്ലീവാണ്. ഞാൻ അതിൻ്റെ ഓവറോൾ ലുക്ക് കാണിച്ചു തരാം. ദാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. Bye.